സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അയർലൻഡിലെ ഗ്ലാസ്റ്റണിലുള്ള നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഒരു 50 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വലിയ ഗാർഡനാണ്. 200 വർഷത്തോളം പഴക്കമുണ്ട്. അത് സ്ഥാപിച്ചത് റോയൽ ഡബ്ലിൻ സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റിയാണ്. ഇപ്പോൾ അത് റൺ ചെയ്യുന്നത് ഓഫീസർ പബ്ലിക് വർക്ക് OPD എന്നുള്ള നമ്മുടെ നാട്ടിലെ PWD പോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അഡ്മിഷൻ ഫ്രീ ആണ്. അത് ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്കത് അവിടെ പോയി അവിടുത്തെ മരങ്ങളെയും ചെടികളെയും ഗാർഡനെയൊക്കെ പരിചയപ്പെടാം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നടന്നു പോവുകയാണ്. ഈ റോഡ് ഷനോവിൻ റോഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഷനോവിൻ റോഡ്, സാൻട്രി. നമ്മൾ ഷനോവിൻ റോഡിൽ നിന്നും ഷനോവിൻ അവന്യൂവിലേക്ക് തിരിഞ്ഞു. നമ്മൾ ഷനോവിൻ അവന്യൂവിൽ നിന്നും കോളിൻസ് അവന്യൂവിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞു പോകണം. ഇതാണ് ബാലിമൺ റോഡ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് DCU ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്. DCU ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. നമ്മളിതിലൂടെ 1 കിലോമീറ്റർ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തും. നമ്മൾ ബാലിമൺ റോഡിൽ നിന്നും സെൻറ്റ് മോബി റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. സെൻറ്റ് മോബി റോഡ്. ഇത് ഗ്രിഫിത്ത് അവന്യൂ. ഇത് അയർലൻഡിലെ ഒരു എക്സ്പെൻസീവ് ഏരിയയാണ്. വീടുകൾക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണ്. അതങ്ങ് ഒരു 2 കിലോമീറ്റർ നീളത്തിലുണ്ട് ഇതിൻ്റെ. ഇത് സ്ട്രെയിറ്റ് റോഡ്. 2 സൈഡിലും റോഡൊക്കെ മരങ്ങളൊക്കെ ആയിട്ട്. ഈ സൈഡിലുള്ള വീടുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഗ്രിഫിത്ത് പഴയ 1-2 മിനിസ്റ്റർമാർക്ക് ഈ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. അവന്യൂ നല്ല കാമായിട്ടുള്ള ഏരിയയാണ്. 1-2 സ്കൂളുകളൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ. ഇത് സെൻറ്റ് മോബി റോഡിൻ്റെ ഒരു അവസാനമാണ്. 2 സൈഡിലും റോഡിൻ്റെ 2 സൈഡിലും കണ്ടമാനം മരങ്ങൾ കാണാം. അത് പ്ലെയിൻ ട്രീ എന്ന് പറയും. ബ്രിട്ടീഷുകാർ വെച്ച് പിടിപ്പിച്ചാണ് എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിച്ചൊരു മരമാണ്. അത് ബ്രിട്ടീഷുകാരാണ് ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അയർലൻഡിൽ അവർ പിടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മരത്തിൻ്റെ ബാർക്ക് തൊലി പൊളിഞ്ഞു പോവും. അപ്പോൾ ഏകദേശം ഒരു തരത്തിലുള്ള ബ്രീത്തബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ മരം വലിയ മരമാവും. നല്ല സ്ട്രോങ് വുഡാണ്. അത് വിൻ്ററിൽ ഇതിൻ്റെ ഇല പൊഴിയുകയും ചെയ്യും. ഇനി നമ്മൾ സെൻറ്റ് മോബി റോഡിൽ നിന്നും ബൊട്ടാണിക്കൽ റോഡിലേക്ക് കയറുകയാണ്. ഇവിടെ സൈൻ ബോർഡുണ്ട്, നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പിരമിഡ് ഷേപ്പുള്ള ഒരു പള്ളിയുണ്ട്. പിരമിഡ് ചർച്ച് എന്നാണിത് ലോക്കലി അറിയപ്പെടുന്നത്. ഇത് ഗ്ലാസ്റ്റണിൻ ഗ്രൂപ്പ് ഓഫ് പാരിഷിങ്ങിലെ ഒരു പള്ളിയാണ്. ഗ്ലാസ്റ്റണിൻ പിരമിഡ് ചർച്ച് എന്ന് അറിയപ്പെടുന്നത്. ഇവിടുന്ന് 100 മീറ്റർ മാത്രമേ ഉള്ളൂ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക്. ഇതാണ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനിൻ്റെ എൻട്രൻസ്. എൻട്രി ഫ്രീ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി ഫ്രീ ആണ്. പക്ഷേ ഗൈഡ് ടൂറുണ്ട്. താല്പര്യമുള്ളവർക്ക് 5 യൂറോ കൊടുക്കുകയാണ് ഗൈഡ് ടൂറിന് പോകാം. ഈ കോമ്പൗണ്ടിനുള്ള ഏകദേശം 50 ഏക്കർ സ്ഥലമുണ്ട്. ഒരു 2 മണിക്കൂർ നടന്ന് കാണാൻ മാത്രമുള്ള കാഴ്ചകളുണ്ട്. ഇതാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാപ്പുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊരു മാപ്പുണ്ട്.
ട്രോപ്പിക്കൽ ട്രീസൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു ഗ്ലാസ് ഹൗസിനാണ്, ഹ്യൂജ് ഗ്ലാസ് ഹൗസിനകത്തുള്ള പ്ലാന്റുകൾ. എല്ലാം ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ പ്ലാന്റുകളാണ് ഇതിനകത്തുള്ളതെല്ലാം. ഇവിടെ ആകെ 20,000 സ്പീഷീസിലധികം ചെടികളുണ്ട്. എല്ലാം നമുക്ക് കാണിക്കാനോ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ സാധിക്കില്ല, അത്ര അധികം ഉണ്ട്. അതിൽ 300 എക്സ്റ്റിങ്ക്റ്റ് വെറൈറ്റീസാണ്. അതിൽ കുറേയൊക്കെ ഇങ്ങനെ ഈ ഗ്ലാസ് ഹൗസിനകത്ത് വെച്ചതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ പ്ലാന്റ്സാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അയർലൻഡ് തണുപ്പ് രാജ്യമായതുകൊണ്ട് ഇത് ഗ്ലാസ് ഹൗസിനകത്ത് പ്രത്യേക ടെമ്പറേച്ചറിലാണ് കീപ്പ് ചെയ്യുന്നത്. ഇത് വേറൊരു പ്ലാന്റ്, നമ്മുടെ നാട്ടിലെ തഴയൊക്കെ പോലെ ഇരിക്കും. ഇത് നമ്മുടെ നാട്ടിലേക്കുള്ള പന്നപ്പുല്ല് എന്ന് പറയും. മരത്തേലൊക്കെ ഉണ്ടാകുന്ന സാധനം ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഫേൺ എന്നൊക്കെയുള്ള കാറ്റഗറിയാണ് ഫേൺ. നമ്മുടെ നാട്ടിലെ തോട്ടിലും ആറ്റിലും അതിൻ്റെ സൈഡുകളിലൊക്കെ വളരുന്ന ഒരു സാധനം ആണ്. ഇതെല്ലാം ഗ്ലാസ് ഹൗസിനുള്ളിൽ തന്നെയുള്ള സെറ്റപ്പുകളാണ്. ഇത് മറ്റൊരു ഗ്ലാസ് ഹൗസ്, കുറച്ചുകൂടെ പൊക്കമുള്ള വേറെ ടൈപ്പ് മരങ്ങളുള്ള മറ്റൊരു ഗ്ലാസ് ഹൗസ്. അതിൻ്റെ മുൻവശത്തെ രീതിയിലാണത്. ഈ ഗ്ലാസ് ഹൗസിൽ കൂടുതലായിട്ടും ഓർക്കിഡ്, കാക്ടസ് അങ്ങനെയുള്ള വെള്ളം അധികം വേണ്ടാത്ത ടൈപ്പ് ഡ്രൈ പ്ലാന്റുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസ് ഹൗസിനകത്ത് ടെമ്പറേച്ചർ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. 28.5 ഡിഗ്രി സെൽഷ്യസ് മാക്സിമം, 25.2 ഡിഗ്രി ഇതിനുള്ളിലുള്ള ടെമ്പറേച്ചറാണ് അവിടെ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്, ചെടികൾക്ക് ആവശ്യമായ ടെമ്പറേച്ചർ. മറ്റ് ചെടികളെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരം ചെടികളാണ് ഇവിടെയുള്ളത്. എപ്പിഫൈറ്റ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ചെടികളാണ്. മറ്റ് ചെടികളിൽ വളരുന്ന ചെടികൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഏകദേശം ഇത്തിക്കണ്ണി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു വലിയ വാഴയുണ്ട് ഇവിടെ, പക്ഷേ വാഴ കുലയ്ക്കുന്നില്ല. വാഴയുണ്ട്, പനയുണ്ട്, ചെടികളുമുണ്ട്. അവിടെ ഒരു ചെറിയ കുടില് പോലെയാണ്, നമ്മൾ ട്രോപ്പിക്കൽ സ്റ്റൈലിൽ ഒരു കുടില് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈന്തിൻ്റെ വെറൈറ്റികളാണ്. സൈക്കസ് പ്ലാന്റാണ്. അതിൽ നമ്മുടെ ഈന്തിൻ്റെ പല വെറൈറ്റികൾ ഇവിടെയുണ്ട്.
ഇതൊക്കെ ഓരോ ടൈപ്പ് ഇന്തുകളാണ്, സൈക്കസുകളാണ്. എഴുതിയിട്ടുണ്ട് ഓരോ പേരുകൾ. നമ്മുടെ നാട്ടിലെ ചൂണ്ടപ്പന, നമ്മുടെ കള്ളൊക്കെ ചെത്തുന്ന ചൂണ്ടപ്പനയുണ്ട് ഇവിടെ. ഉണ്ടല്ലേ, കൊല വന്നിരിക്കുക. ഇവിടെ ചെത്താൻ ആളില്ലാത്തതുകൊണ്ട് ചെത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഗ്ലാസ് ഹൗസിനകത്താണ്. ഈ കാണിച്ച ചെടികളെല്ലാം ഈ ഗ്ലാസ് ഹൗസിനകത്താണ്. വലിയ ഗ്ലാസ് ഹൗസാണ്, അത്രയും പൊക്കമുള്ള വലിയ ഗ്ലാസ് ഹൗസാണ്. വൻ മരങ്ങൾ ഇതിനകത്തുണ്ട്, വലിയ മരങ്ങൾ. ഇത് നമ്മുടെ കോട്ടൺ പരുത്തിച്ചെടി ഉണ്ട്. കോട്ടൺ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പരുത്തിച്ചെടിയുണ്ട്, കായുണ്ട്. ഓരോ മരങ്ങളിങ്ങനെ ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് ക്ലൈംബേഴ്സൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുകയാണ്. കുറച്ച് മുളയുണ്ട്. ഈറ്റ, നമ്മുടെ നാട്ടിലെ ഒരു ഒറിജിനൽ ഈറ്റയുടെ ഇതില്ല, വേറൊരു വെറൈറ്റിയാണ്, ബാമ്പു വെറൈറ്റിയാണ്. കമ്മുകൊണ്ട്. പിന്നെ വേറൊരു പൊക്കമുള്ളൊരു ഈറ്റയുണ്ട്, ചെറിയ കുടിൽ പോലെ. വലിയൊരു കമ്മുണ്ട്. നമ്മുടെ നാട്ടിലെ കാപ്പി തൈയുണ്ട്, കാപ്പി ചെടിയുണ്ട്. ഇതാണ് കാപ്പി. കാപ്പിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ചെമ്പരത്തിയുണ്ട്. ഇതിനകത്തുള്ളതെല്ലാം കാക്ടസ് വെറൈറ്റികളാണ്. നമ്മുടെ മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ചെടികളാണ് ഇതിനകത്തുള്ളത്. ആലോവേരയൊക്കെ ഉണ്ട്, അതുപോലെയുള്ള. ഇത് വേറൊരു ടൈപ്പ് കാക്ടസ്. ഒത്തിരി ടൈപ്പ് കാക്ടസ് ചെടികളാണ്. പ്രത്യേക ഇലകളൊക്കെ ആയിട്ട് നീഡിൽ പോലെ ഉള്ള ഒരു കാക്ടസാണ്. ഇതാണ് നമ്മളിപ്പോൾ കണ്ട ഗ്ലാസ് ഹൗസ്. അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. വലിയ ബിൽഡിംഗ് ആണ്.
ഇതാണ് ലെബനോനിലെ സീദർ മരം എന്ന് പറയുന്നത്. ദാവീദിൻ്റെയും സോളമൻ്റെയും ഒക്കെ കൊട്ടാരം പണിയാൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന മരം ആണിത്, സീദർ ഓഫ് ലെബനോൻ. അപ്പോൾ ഇത് ജെറുസലേമിലേക്ക് കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തടികൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മരമാണിത്. ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇത് നാഷണൽ സിംബലോ ലെബനോനാണ്. അത് അവരുടെ ഫ്ലാഗിൽ തന്നെ അതിൻ്റെ ആ മരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ലെബനോൻ്റെ നാഷണൽ ഫ്ലാഗിൽ. അപ്പോൾ ആ ഒരു മരം, വലിയൊരു മരം ഇവിടെയുണ്ട്. ഒത്തിരി വളരും, ഒത്തിരി ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു മരമാണത്, സീദർ. ഇതാണ് പെയർ എന്ന് പറയും. പെയർ പഴങ്ങൾ തിന്നാൻ കൊള്ളുന്ന പഴങ്ങളാണ്. ഇതെല്ലാം പല വെറൈറ്റി ആപ്പിളുകളാണ്. ഇതെല്ലാം കോണിഫർ ട്രീസ് മാത്രമുള്ള ഒരു ഏരിയയാണ്. പല ടൈപ്പ് കോണിഫർ ട്രീസ്, പല ടൈപ്പിൽ പല സൈസിൽ ഒക്കെയുള്ള 100 കണക്കിന് വർഷം പഴക്കമുള്ള മരങ്ങളാണ് പലതും. ഹ്യൂജ് മരങ്ങളുണ്ട്, വലിയ വലിയ മരങ്ങൾ. കോണിഫറിൻ്റെ പല പല വെറൈറ്റി കോണിഫർ ട്രീസ് ഉണ്ട്. അതെ, ഓരോ കോണിഫർ ട്രീസിൻ്റെയും ലീഫൊക്കെ ഓരോ ടൈപ്പാണ്.
കോർക്ക് ട്രീ, അതായത് നമ്മുടെ വൈൻ ബോട്ടിലിൻ്റേതും ക്രിക്കറ്റ് ബോളിൻ്റേതും ഒക്കെ അകത്തുള്ള കോർക്ക്, അത് ഈ മരത്തിൻ്റെ വുഡാണ് കോർക്ക് ട്രീ. വൈൻ ബോട്ടിലൊക്കെ ഇങ്ങനെ അടച്ചു വെക്കുന്ന ഒരു കോർക്കുണ്ടല്ലോ, ആ കോർക്ക് ഈ തടിയുടെ വുഡാണ്. നല്ല ഉറപ്പുള്ള ഒരു മരമാണ്. എല്ലാം കോണിഫർ ട്രീസാണ്. അതിൻ്റെ കോണുകൾ, അതായത് നീഡിൽസ് നിലത്ത് പൊഴിഞ്ഞ് കിടന്ന് ഉണങ്ങി കിടക്കുന്നതാണ് ഈ മണൽത്തരി പോലെ കാണുന്നത്. ഇത്തിരി പഴക്കമുള്ള മരങ്ങളാണ്. മറ്റൊരു വലിയ ട്രീ, സാലിയേസിയെ ഫാമിലിയിൽപ്പെട്ട. അതിൻ്റെ ബാർക്കൊക്കെ 1 ഇഞ്ച് 2 ഇഞ്ച് കനമുണ്ട്. ഇതാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ടോളസ്റ്റ് ട്രീ. വലിയ മരം, ഒത്തിരി വണ്ണമുണ്ട്, ഒത്തിരി പൊക്കമുണ്ട്. ആ ട്രീയുടെ മുകളിൽ കൂടെ തന്നെ വേറെ എന്തോ ഒരു മരങ്ങളും കൂടെ വളരുന്നുണ്ട്. ഇവിടെ അണ്ണാൻ ചാടിച്ചടിക്കുന്നതാണ്. ഇഷ്ടംപോലെ അണ്ണാനുകളുണ്ട്. ഈ കോണിഫർ ട്രീയുടെ കാ തിന്നാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ അണ്ണാൻ ഉണ്ട് ഇവിടെ. ഈ സൈഡിൽ കൂടെ ടോൾക്ക റിവർ ഒഴുകുന്നുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു സൈഡ് ഗ്ലാസ്നവൻ സെമിത്തേരിയും ഒരു സൈഡ് ടോൾക്ക റിവറുമാണ്. റിവർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റിവർ, ഇതാണ് ടോൾക്ക റിവർ. ഇത് ഇട സൈഡിൽ പറഞ്ഞ പോലെ തന്നെ ടോൾക്ക റിവർ. ഇതിൻ്റെ വല സൈഡിലേക്കാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ആ വല സൈഡിലേക്ക് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് എൻഡപ്പ് ആവുന്നത് ഗ്ലാസ്നവൻ സെമിത്തേരിയിലാണ്. ഗാർഡനിനുള്ളിൽ തന്നെയുള്ള ചെറിയ പോണ്ടുകൾ, വാട്ടർ ലില്ലീസ് ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നമ്മുടെ ഒരു തത്വചിന്തകൻ, അതായത് സോക്രട്ടീസിൻ്റെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫേണുകൾക്ക് ഉള്ള ഒരു സ്പെഷ്യൽ ഏരിയയാണ്. ഇവിടെ റോസ് ഫ്ലവേഴ്സ്, ചെറിയൊരു ഏരിയ റോസ് പൂക്കൾക്കായിട്ട് മാറ്റി വച്ചിരിക്കുകയാണ്. പല കളറുള്ള റോസുകളുണ്ട്.
ഇത് ഇവിടുത്തെ ഹോർട്ടിക്കൾച്ചർ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണ്. ഇതിവിടുത്തെ ഒരു ഓർണമെൻ്റൽ ട്രീ ആണ്. ബെറ്റുലേസിയ എന്ന് പറയുന്ന ഈ വീടുകളുടെ എല്ലാം മുമ്പിൽ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ തടി നല്ല വൈറ്റായിട്ടിരിക്കും. ഇല പൊഴിയുന്നതാണ്. പക്ഷേ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇലയുണ്ട്. വലിയ ഇടതോർന്ന് വളരുകയില്ല. ഇലയ്ക്കകത്തോടെ തന്നെ നമുക്ക് കാണാം. അങ്ങനെയുള്ള ഒരു ചെടിയാണ്, ഒരു മരമാണ്, വലിയ മരമാണെന്നാണ്. അപ്പോൾ ഇതാണ് കോളേജ് ഓഫ് അമ്നിറ്റി ഹോർട്ടിക്കൾച്ചർ. ഇത് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്ലാസ്ലൻഡ് സെമിത്തേരിയാണ്. വളരെ വലിയൊരു സെമിത്തേരിയാണ്. അതിൻ്റെ കോമ്പൗണ്ട് വാൾ കാണാം. നമ്മളിതിനു മുമ്പ് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ട ടോൾക്കാ റിവറാണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ബോർഡർ. ടോൾക്കാ റിവറിൻ്റെയും ഗ്ലാസ്ലൻഡ് സെമിത്തേരിയുടെയും കൂടെ ഇടയിലുള്ള ഒരു ഏകദേശം 50 ഏക്കർ സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മളത് അതിൻ്റെ അതർ സൈഡിൽ വന്നു. അതൊരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സെമിത്തേരികളാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉള്ള സെമിത്തേരി കുടീരങ്ങളാണ് ഇതിനകത്തുള്ളത്. അതെല്ലാം അതുതന്നെ ഒരു മ്യൂസിയം പോലെയാണ്. ഗ്ലാസ്ലൻഡ് സെമിത്തേരി മ്യൂസിയം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിന് തന്നെ ടൂറുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ പറ്റി വിശദീകരിക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർ, ഗൈഡുകളെല്ലാം അതിനകത്തുണ്ട്. ഇത് ഹെർബേറിയമാണ്. പ്ലാന്റിൻ്റെ സ്പെസിമിനൊക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഹെർബേറിയം. അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പഴയ എക്സ്റ്റിങ്ക്റ്റ് വെറൈറ്റി പ്ലാന്റുകളുടെ സ്പെസിമിനൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് ഹെർബേറിയം. ഒരു റെപ്ലിക്ക ഓഫ് വൈക്കിംഗ് ഹൗസ് എന്ന് പറയും. പണ്ട് വൈക്കിംഗ് എന്ന് പറയുന്ന സ്കാൻഡിനേവിയൻ ആൾക്കാർ ഇവിടെ വന്നിട്ട് 1300 വർഷം മുമ്പ് അയർലൻഡ് എന്ന് പറയുന്ന ഈ ചെറിയ ദ്വീപിൽ ഐലൻഡിൽ വന്ന് അവരാണ് കുടിയേറി. അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോഴത്തെ ഐറിഷുകാർ. അവർ അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വീടുകൾ ആ ഏറ്റവും സെൻറ്ററിൽ കാണുന്ന ഫയർ പ്ലേസാണ്. അവർ തീ ഉണ്ടാക്കി ചൂടാക്കിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ. അതിൻ്റെ ഒരു റെപ്ലിക്ക ഓഫ് വൈക്കിംഗ് ഹൗസ്. അത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ അവരൊരു മോഡലാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മളിതിനു മുമ്പ് കയറിയ ഗ്ലാസ് ഹൗസ് കാണാം. ഇതാണ് അതിൻ്റെ ഒരു സൈഡുകൾ. വാക്കിംഗ് ഹൗസ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. പുല്ലുകൊണ്ട് ഏതോ ഒരു ടൈപ്പ് ഗ്രാസാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല തിക്കായിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിലെല്ലാം ഓരോ കമ്പുകൾ വെച്ചാണ് ആ റൂമിൻ്റെ സൈഡെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം മരം കൊണ്ട് മാത്രം, ബാക്കി സാധനങ്ങളൊന്നുമില്ല. വളരെ ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കീപ്പ് ചെയ്യണമെങ്കിൽ എക്സ്പെൻസീവാണ്. അതിന് ട്രെയിൻഡായ ആൾക്കാർ വേണം. വൈക്കിംഗ് ഹൗസിൻ്റെ റെപ്ലിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മോഡൽ വെച്ച്. ഇത് വൈക്കിങ്ങിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ചെടികൾ, ഗ്രാസോ എന്തോ അവർ വെച്ചിരിക്കുകയാണ്. അത് വേറെ സൈഡിൽ നിന്നുള്ള അതേ വൈക്കിംഗ് ഹൗസ് തന്നെ വാട്ടിൽ ആൻഡ് ഡോബ് ടെക്നിക്ക് വെച്ച് ഉപയോഗിച്ചിരിക്കുന്ന സൈഡ് ഭിത്തി ഒക്കെയാണ്. ഇതിൽ മണ്ണും കൂടി തേച്ച് കുഴച്ച് വെക്കുവാണെങ്കിൽ സാധാരണ ഭിത്തിയായി.
നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഗ്ലാസ്ടൗണിലെ ഒരു ചെറിയൊരു ടൂർ ഇവിടെ തീർന്നിരിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു.